എല്ലാം ഇപ്പൊ ഹജ്ജ് ഉംറ അതും പോയി. ഉംറക്ക് ചെന്ന ഏറ്റവും വലിയ പണി എന്താ? ഹജ്ജിനെന്ന ഏറ്റവും വലിയ പണി എന്താ? പണി പറയാ, സെൽഫി എടുക്കുക. ആ സെക്കൻഡിലെ ഈമാൻ പോയാൽ പിന്നെ വരൂല. ഞാൻ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ ഖേദകരമായ സംഭവം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പച്ച കുബ്ബ ഇങ്ങനെ ആക്കിയിട്ട് പോ. ഉളുപ്പുണ്ട്. എടാ ചെരുപ്പ് 4 ഫർലോങ് ദൂരത്തിന് ചെരുപ്പ് അഴിച്ചിട്ട് അവസാനിപ്പിക്കാം. 4 ഫർലോങ് ദൂരത്തിന് ചെരുപ്പ് അഴിക്കാം. എന്നിട്ട് ചെരുപ്പ് കൈ പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ ജമാഅത്തിന് വരുന്ന ആളെ കണ്ടിട്ടുണ്ട്. ആളുകളെ എന്തേ ആരാടാ കിടക്കുന്നത്? മുസ്തഫ ചെയ്താളാ മൂമിനോ? ആരടാ അവിടെ കിടക്കണ്? ആരടാ അതിൻ്റെ ഉള്ളിലുള്ളത്? സെൽഫി എടുക്ക്. ആരടാ ജന്തനം വിചാരിച്ച്? നാല് ഫർലോങ് അപ്പുറത്തുനിന്ന് ചെരുപ്പഴിച്ച് നടക്കുക. ചില ഇന്തോനേഷ്യന്മാരെ വയസ്സന്മാരെ സ്ഥിരം ഞങ്ങളുണ്ട്. അവരെ പോലെ ഒരു കൂട്ടരില്ല. കാരണം ട്രഡീഷണൽ മുസ്ലിംസ് ആണ് അവർ. അല്ലേ മോനെ? തല പൊന്തിക്കൂല. അവിടെ കിടക്കണാരാ? തല പൊന്തിക്കാൻ പറ്റൂ? സ്വഹാബികൾ ഇങ്ങനെ ഇരുന്നിട്ടില്ല. അവരെ തലയിൽ ഒരു പക്ഷി വന്നിരുന്നത് കൊണ്ട് പക്ഷി എണീറ്റോ പറക്കാതിരിക്കാൻ വേണ്ടി അവർ സൗകര്യപ്പെടുത്തിയതാണോ എന്ന് തോന്നിപ്പോവും. എപ്പോൾ മുസ്തഫ നബിയുടെ മുന്നിൽ ഇരിക്കുമ്പോൾ അവരിയ്ക്കുക. അവരുടെ തലയിൽ എന്തുണ്ട്? ഒരു പക്ഷിയുണ്ടോന്ന് പറ തോന്നിപ്പോവും. ഒരു പക്ഷി ആ സ്വഹാബിയുടെ തലയിൽ വന്നിരുന്നത് കൊണ്ട് ആ പക്ഷി പറക്കാതിരിക്കാൻ വേണ്ടി തെര്യപ്പെട്ടുകൊണ്ട് ആണ് ഈ സ്വഹാബി ഇങ്ങനെ ചെയ്യുന്നതോന്ന് തോന്നിപ്പോവും. നമ്മൾ സെൽഫി എടുക്കുക. എങ്ങനെയാ ഈമാൻ ഉണ്ടാവുക? പോയ നാട്ടിൽ ഈമാൻ ഉണ്ടോ? ആരുടെ അവിടെ കിടക്കണേ? ഭാര്യയും ഭർത്താവും ഉംറക്ക് വരിക. എന്നിട്ട് എന്താ കാബയെ കുട്ടി സെൽഫി എടുക്കുക. പരിശുദ്ധ റൗള ശരീഫിനെ കുട്ടി നടന്ന തിരിച്ചു വരുന്ന നാട്ടിലെ കുറിച്ച പോകും. ഇതൊക്കെ ആരാ ഇവിടെ കൊണ്ടുവന്ന് ഈ സാധനമൊക്കെ കൊണ്ടുവന്നത് ആരാ? മൊബൈൽ ഫോണ്. നന്നാവൂല. ഞാൻ എന്താ ചെയ്യാൻ? എനിക്കറിയാമെങ്കിൽ ഇപ്പൊ ഞാൻ നാടിട്ട് പോകുന്നറിയോ? എനിക്കറിയൂല. ഞാൻ നാട് വിട്ടു പോയെങ്കിലോ എന്ന് ആലോചിക്കാത്ത ഒരാഴ്ച എന്റെ ജീവിതത്തിൽ കടന്നുപോണില്ല. ഇത് ശരിയാവില്ല. പക്ഷേ എനിക്ക് നാട് വിട്ടോണം. പിന്നെ ഓരോ ആഴ്ച ആലോചിക്കും ഈ ആഴ്ച കഴിഞ്ഞോട്ടെ. നടക്കൂല. പിന്നെ ഞാൻ പറഞ്ഞില്ല, എന്റെ ചെറിയ കുട്ടിക്കും പ്രായപൂർത്തിയായി. ഞാൻ പേടിക്കാനില്ല. ഞാൻ ഒരിക്കലും ഒജീനെ എന്തെങ്കിലും ഒപ്പിച്ചു കൊടുക്കുക. പാപ്പ അന്ന മുതൽ നിന്ന് പിന്നെ മുങ്ങാൻ പറ്റിയ സ്ഥലം എനിക്കറിയാം. നിങ്ങൾ ചെയ്യാമെന്ന ആൾ വരെ ഞാൻ തപ്പിയാലും ഞാൻ കിട്ടാത്ത സ്ഥലത്തേക്ക് മുങ്ങാൻ എനിക്കറിയാം. ഞാൻ കണ്ടിട്ടുണ്ട് സ്ഥലം. എന്തുകൊണ്ട് ഈ സമൂഹത്തിനിടയിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല? നമ്മൾ ഇങ്ങനത്തെ ഒരു സമൂഹത്തെ കണ്ടിട്ടില്ല. നെരിയാണി